നോട്ട് നിരോധനത്തിൽ കേന്ദ്രത്തിന് ആശ്വാസം. നോട്ട് നിരോധനം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ശരിവെച്ചു. അതേസമയം ജസ്റ്റിസ് വി നാഗരത്ന ഭിന്നവിധി രേഖപ്പെടുത്തി. നിയമനിർമ്മാണത്തിലൂടെയോ ഓർഡിനൻസിലൂടെയോ ആയിരുന്നു നോട്ട് നിരോധനം നടപ്പാക്കേണ്ടിയിരുന്നതെന്ന് ജസ്റ്റിസ് പറഞ്ഞു. രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, സർക്കാരിന് ആശ്വാസമാണ്, അപ്പോഴും നാഗരത്നയുടെ വിയോജിപ്പ് അവിടെ നിൽക്കുന്നു. എന്താണ് യോജിച്ചുകൊണ്ട് 4 ജഡ്ജിമാർ പറഞ്ഞത്? വിയോജിപ്പ് എന്തായിരുന്നു? രഞ്ജിത്ത്, 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള 58 ഹർജികളാണ് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചത്. 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ 4 ജഡ്ജിമാർ കേന്ദ്ര സർക്കാർ നടപടിയെ ശരിവെച്ചപ്പോൾ ജസ്റ്റിസ് നാഗരത്നയാണ് ഈ വിധിയോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപടിയോട് വിയോജിപ്പ് ഭിന്നവിധി രേഖപ്പെടുത്തിയത്. 5 അംഗ ഭരണഘടനാ ബെഞ്ചിലെ 4 പേരിൽ ജസ്റ്റിസ് ഗവായ് വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം, ജസ്റ്റിസ് ഗവായാണ് വിധി പ്രസ്താവന നടത്തിയത്. ജസ്റ്റിസ് ഗവായ് പറഞ്ഞ വിധിയിലെ പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നിരോധനം അത് റദ്ദാക്കാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കിയത്. മാത്രവുമല്ല, സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനം കേന്ദ്ര സർക്കാരിനാണ്. റിസർവ് ബാങ്കുമായി കൂടിയാലോചിച്ച് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. അത്തരത്തിൽ റിസർവ് ബാങ്കുമായി കേന്ദ്ര സർക്കാർ കൂടിയാലോചനകൾ നടത്തിയിരുന്നു എന്നുകൂടി ജസ്റ്റിസ് ഗവായ് വിധിന്യായത്തിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ തീരുമാനം, അതായത് നോട്ട് നിരോധിക്കാനുള്ള തീരുമാനം, അത് ഉദ്ദേശലക്ഷ്യം കണ്ടോ എന്നുള്ളത് പ്രസക്തമല്ല എന്നുകൂടി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ മറ്റ് ജഡ്ജിമാർ, ഈ 3 ജഡ്ജിമാർ, ഭരണഘടനാ ബെഞ്ചിലെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഗവായുടെ വിധിന്യായത്തോട് മറ്റ് 3 ജഡ്ജിമാർ യോജിക്കുകയും ചെയ്തു. എന്നാൽ ജസ്റ്റിസ് നാഗരത്നയുടെ വിധി തീർത്തും വ്യത്യസ്തമാണ്. ഈ വിധിയോടെല്ലാം തന്നെ ഭിന്ന വിധിയാണ് ജസ്റ്റിസ് നാഗരത്ന വിധിച്ചത്. അതായത് നാഗരത്നയുടെ വിധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. 24 മണിക്കൂർ കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. കേന്ദ്ര സർക്കാർ RBIയുടെ തീരുമാനപ്രകാരമല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു, കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇത്തരത്തിൽ നിരോധനം നടപ്പാക്കിയത് എന്നാണ് ജസ്റ്റിസ് നാഗരത്ന വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയല്ല ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടത്, മറിച്ച് ഒരു പാർലമെന്റ് ഉണ്ട്. പാർലമെന്റ് എന്ന് പറയുന്നത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് പാർലമെന്റ്. അത്തരത്തിൽ പാർലമെന്റ് ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ പാടൂ. അതുകൊണ്ട് തന്നെ ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നാണ് ജസ്റ്റിസ് നാഗരത്ന വിധിന്യായത്തിൽ പറയുന്നത്. പക്ഷേ 4 ജഡ്ജിമാർ ഈ സർക്കാർ നടപടിയോ യോജിച്ചതുകൊണ്ട് തന്നെ നോട്ട് നിരോധനം എന്ന സർക്കാർ നടപടി അത് തത്വത്തിൽ ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ നടപടി ഇപ്പോൾ പൂർണ്ണമായും ശരിവെച്ചിരിക്കുന്നു. ഒരു കൂട്ടം ഹർജികൾ, അതായത് 58 ഹർജികൾ പൂർണ്ണമായും തള്ളുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വിധി. കാരണം ഒരുപക്ഷെ വിധി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്ത് സർക്കാരിനെതിരെ ഉണ്ടായാൽ സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ പ്രതിരോധം സർക്കാർ തീർക്കേണ്ടി വരുമായിരുന്നു. ഏതായാലും അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മറിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവ് ശരിവെച്ചത് ആശ്വാസകരം തന്നെയാണ്. ശരി, രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. നോട്ട് നിരോധനം ശരിവെച്ച സുപ്രീം കോടതി വിധിയിൽ കോടതി പരിശോധിച്ചത് ഭരണപരമായ കാര്യങ്ങൾ മാത്രമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. നോട്ട് നിരോധന വിധിയിൽ ഭിന്നവിധിയുണ്ട്. നോട്ട് നിരോധനം കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ലെന്നും വേണ്ടത്ര ആലോചനയില്ലാതെയാണ് പല നടപടികളും കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. എന്തിനു വേണ്ടിയിട്ടാണോ ഇവർ ഈ നോട്ട് നിരോധനം നടപ്പിലാക്കിയത്, അതിന്റെ ഒരു ഫലവും ഉണ്ടായില്ല. ഈ നോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ 99% നോട്ടും തിരിച്ചു വന്നു എന്നുള്ളതാണ് വന്നത്. അപ്പം ആ പറഞ്ഞ തരത്തിലേക്ക് ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിധി എന്ന് പറഞ്ഞ ഒരു സാങ്കേതികമായ ഒരു അക്കാഡമിക് എക്സസൈസ് എന്നെല്ലാം കാണാൻ പറ്റും. എക്കണോമിക് ഉണ്ടായ ഒരു തകർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് BJPയുടെ നേതൃത്വത്തിൽ പല രംഗത്തെടുക്കുന്ന തീരുമാനങ്ങളും ഈ തരത്തിൽ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും രാജ്യത്താകെയുള്ള പൗരന്മാരുടെയും ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന പല തീരുമാനങ്ങളും വേണ്ടത്ര ആലോചനയില്ലാതെ എടുക്കുന്നുണ്ട്. ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വേറെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. പൊതുമേഖല മൊത്തം വിറ്റുതലയ്ക്കണം. അതുപോലെ പല തീരുമാനങ്ങൾ എടുക്കുകയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ വിറ്റു. ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ഇതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുക. മറ്റു വാർത്തകളിലേക്ക്. NSS വേദിയിൽ VD സതീശനെതിരെ ഒളിയമ്പുമായി ശശി തരൂർ. ഒരു നായർക്ക് മറ്റൊരു നായരെ അംഗീകരിക്കാനാകില്ല എന്ന് മന്നം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ താനും ഇടയ്ക്കിടെ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇതെന്നും ശശി തരൂർ പറഞ്ഞു. ഒരു നായർക്ക് മറ്റൊരു നായരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഒരു ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് ഒരു 10-80 വർഷം മുമ്പാണ്, അല്ല 100 വർഷം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഞാനും
ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും. അതേസമയം തരൂരിനെ പുകഴ്ത്തിയും മുൻ പ്രസ്താവന തിരുത്തിയും ജി സുകുമാരൻ നായർ രംഗത്ത് വന്നു. ഡൽഹി നായർ എന്ന് പറഞ്ഞത് തെറ്റിതിരുത്തുന്നുവെന്നും തരൂർ കേരളപുത്രനാണെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഡൽഹി നായരാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ആ തെറ്റ് തിരുത്താനും കൂടിയാണ് അദ്ദേഹത്തെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഡൽഹി നായരല്ല, കേരളപുത്രനാണ്, വിശ്വപൗരനാണ്. അദ്ദേഹത്തോളം അധിക പ്രസംഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യോഗ്യതയുള്ള മറ്റൊരാളെ ഞാൻ കാണുന്നില്ല ഇതിന്റെ ഉദ്ഘാടനത്തിന്, മന്നത്വനാഭന്റെ ഉദ്ഘാടനത്തിന്. മറ്റൊരു വാർത്തയിലേക്ക്. കലോത്സവത്തിനൊരുങ്ങി കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് വേദിയാവുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ കോഴിക്കോട്ടേക്ക് എത്തുന്നു. ആദ്യമെത്തിയ സംഘത്തിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. മന്ത്രി മുഹമ്മദ് റിയാസ്, PA മുഹമ്മദ് റിയാസ്, ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഈ സംഘത്തിന് സ്വീകരണം നൽകാൻ. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, സംഘങ്ങൾ ഓരോന്നായി എത്തി തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, ജനശതാബ്ദിയിലെത്തിയ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ 100 കൂട്ടുകാർക്കാണ് ഇപ്പോൾ ഇവിടെ സ്വീകരണം നൽകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, ഒപ്പം തന്നെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകുന്നത്. ഇവരെ ബസ് യഥാസമയം തന്നെ ഇവരെ താമസിക്കുന്ന സ്ഥലത്ത് എത്തിക്കും. കോഴിക്കോട് ജനശതാബ്ദിയിൽ വന്നിറങ്ങിയ കുട്ടികൾക്ക് കോഴിക്കോടിന് സ്വന്തം ഹലുവ നൽകിക്കൊണ്ടാണ് മന്ത്രി സ്വീകരണം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വാദ്യഘോഷങ്ങളോട് കൂടിയാണ് ഇപ്പോൾ ഇവരെ ആനയിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. എന്തായാലും മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രതിഭകൾ കൂടി, മത്സരാർത്ഥികൾ കൂടി അല്പസമയത്തിനകം എത്തും. ആദ്യം എത്തിയിരിക്കുന്നവർക്കാണ് ഇപ്പോൾ ഈ സ്വീകരണം നൽകിയിരിക്കുന്നത്. കോഴിക്കോട്ടേക്ക് ഓരോ സംഘങ്ങളായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നും മറ്റും വന്ന സംഘത്തിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പം എത്തി സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോഴിക്കോട്ടേക്ക് കൗമാര കലാപ്രതിഭകൾക്ക് കോഴിക്കോട്ടേക്ക് സ്വാഗതം എന്ന ബാനറുമായി ഇപ്പോൾ ഇതാ വിദ്യാർത്ഥികളുമായി മന്ത്രിമാർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൂടി നീങ്ങുകയാണ്.
അനിശ്ചിതത്വങ്ങൾക്കിടയിലും സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളുമായി സർക്കാർ. സജി ചെറിയാനെ മന്ത്രിയാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിക്കാതിരിക്കാൻ ഗവർണർ കഴിയില്ലെന്ന നിയമോപദേശം രാജ്ഭവന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 4-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ നടക്കുമോ എന്ന കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത്. ഇന്ന് വൈകിട്ട് ഗവർണർ രാജ്ഭവനിൽ മടങ്ങിയെത്തും. ബുധനാഴ്ച സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളുമായാണ് പൊതുഭരണ വകുപ്പ് മുന്നോട്ടു പോകുന്നത്. ഗവർണറുടെ മറുപടി ലഭിച്ച ശേഷം സത്യപ്രതിജ്ഞാ സമയം തീരുമാനിക്കും. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെയാകും സത്യപ്രതിജ്ഞ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ ആൾ വീണ്ടും മന്ത്രിയാകുന്നത് നിയമവിരുദ്ധമാകില്ലേ എന്ന സംശയം ആദ്യഘട്ടത്തിൽ രാജ്ഭവൻ ഉയർത്തിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശുപാർശ അവഗണിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന നിയമ ഉപദേശമാണ് ലഭിച്ചത്. എങ്കിലും പത്തനംതിട്ട കോടതിയിലെ കേസ് തീർപ്പാകാത്തത് ചൂണ്ടിക്കാട്ടി ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടിയേക്കും. തങ്ങളുടെ ഭാഗം സുരക്ഷിതമാക്കാനാണ് ഇത്. സർക്കാരിന്റെ മറുപടി ലഭിച്ച ശേഷം സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാനാണ് ആലോചന. അതുകൊണ്ടാണ് 4-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കാനിടയില്ലെന്ന് രാജ്ഭവൻ സൂചിപ്പിക്കുന്നത്. ഇന്ന് രാജ്ഭവനിലെത്തുന്ന ഗവർണർ 6-ന് സാഹിത്യ സമ്മേളനത്തിന് പങ്കെടുക്കാൻ ഗോരഖ്പൂരിലേക്ക് പോകും. 10-ാം തീയതിയെ തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തൂ. ജനുവരി അവസാന വാരം നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുന്നേ സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. മുജാഹിദ് സമ്മേളനം ബഹിഷ്കരിച്ച പാണക്കാട് കുടുംബത്തിനും സമസ്തയ്ക്കും മറുപടിയുമായി കേരള നദ്വത്തുൽ മുജാഹിദീൻ. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തങ്ങൾ വിളിച്ച മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് മുജാഹിദ് നേതാക്കൾ വിട്ടുനിന്നു. ദുർവാശിയുടെ പൗരോഹിത്യ കൂട്ടായ്മയാണ് സമസ്തയെന്നും സമസ്തയുടെ ചട്ടിയിൽ മാത്രമേ കിടക്കൂ എന്ന തീരുമാനം ലീഗിന് പാടില്ലെന്നും മുജാഹിദ് സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. 10-ാം മുജാഹിദ് സമ്മേളനം അവസാനിച്ചിട്ടും അതുണ്ടാക്കിയ അലയൊലികൾ അടങ്ങുന്നില്ല. മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ച പാണക്കാട് കുടുംബത്തിനും അവരെ വിലക്കിയ സമസ്ത നേതൃത്വത്തിനും അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് KNM. ഏക സിവിൽ കോഡ്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നിവ ചർച്ച ചെയ്യാൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ വിളിച്ച യോഗത്തിൽ മുജാഹിദ് നേതാക്കൾ പങ്കെടുത്തില്ല. സമസ്തയുടെ നേതാക്കൾ മുജാഹിദ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന പതിവില്ലെന്ന് സമസ്ത നേതൃത്വം കർശന നിലപാടെടുത്തോടെയാണ് പാണക്കാട് കുടുംബം സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നത്. ഇതിന് തുടർച്ചയായിരുന്നു കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മുജാഹിദ് നേതാക്കളുടെ തീരുമാനവും. മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും സമസ്ത നിയന്ത്രിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ദുർവാശിയുടെയും ദുശാഠ്യത്തിന്റെയും പൗരോഹിത്യ കൂട്ടായ്മയാണ് സമസ്തയെന്ന് ISM സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേളതിൽ. മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ദുർബലപ്പെടുക സമസ്തയാണ്. ദുർവാശിയുടെ ദുശാഠ്യത്തിന്റെ പൗരോഹിത്യ കൂട്ടായ്മയുടെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുള്ളതിലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വിശദീകരണം. മുജാഹിദ് പ്രസ്ഥാനം BJPയോട് മൃദുസമീപനം സ്വീകരിക്കുന്നെന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ലീഗ് നേതൃത്വത്തിനെതിരെയുള്ള KNM നേതാക്കളുടെ തുറന്ന വിമർശനം. മുസ്ലിം ലീഗിന്റെ നിയന്ത്രണം ആർക്കെന്ന ചോദ്യം കൂടി ഉയരുമ്പോൾ ഭിന്നത പരിഹരിക്കൽ അത്ര എളുപ്പവുമാവില്ല. അശ്വിൻ വെല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. കുഞ്ഞാലിക്കുട്ടിയെ പ്രശംസിച്ചും CPM വിമർശകരായ ലീഗ് നേതാക്കളെ കടന്നാക്രമിച്ചും മുജാഹിദ് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ചർച്ചയാകുന്നു. ഇടതുപക്ഷത്തിന്റെ സംഘപരിവാർ വിരുദ്ധത വ്യാജമാണെന്ന് പറഞ്ഞ ലീഗ് നേതാക്കളെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിക്ക് മറുപടി ഉണ്ടായില്ല. ഒരു സമുദായത്തിന് മാത്രമായി BJPയെ നേരിടാൻ കഴിയില്ലെന്ന പരാമർശത്തിനും രാഷ്ട്രീയമാനങ്ങളുണ്ട്. മുജാഹിദ് നേതൃത്വത്തിന്റെ നിലപാടുകളെ വിമർശിച്ചും BJP ആക്രമിച്ചും ഇടത് നേതാക്കൾ സമ്മേളനം കൈയടക്കിയ ഘട്ടത്തിലായിരുന്നു ലീഗ് നേതാക്കളായ PK ബഷീർ MLAയുടെയും PK ഫിറോസിന്റെയും ഇടപെടൽ. CPMന്റെ BJP വിരുദ്ധത വ്യാജമാണെന്ന് പറഞ്ഞ ലീഗ് നേതാക്കൾക്കുള്ള മറുപടിയിൽ വേദിയിലുണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയില്ല. BJP ഉയർത്തുന്ന ഭീഷണി കുഞ്ഞാലിക്കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഈ രാജ്യത്ത് ഇന്ന് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ CPM സ്വീകരിക്കുന്ന നിലപാട് ആർക്കനുകൂലമായിട്ടുള്ളതാണ്? കക്ഷി രാഷ്ട്രീയം വേറെ. ബഹുമാനായ PK കുഞ്ഞാലിക്കുട്ടി ഇവിടെയുണ്ട്, ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയമായി ഞങ്ങൾ രണ്ട് ചേരിയിലായിരിക്കും. പക്ഷെ എന്താണ് എന്റെ പ്രസ്ഥാനം ഈ രാജ്യത്ത് വർഗീയതയെ നേരിടുന്ന കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം? എന്താണ് നമ്മുടെ രാജ്യം അതിനോട് സ്വീകരിക്കുന്ന സമീപനം? ഇതൊക്കെ വ്യക്തമല്ലേ? ഞാൻ അധികം സമയമെടുത്ത് ആ ഭാഗം വിശദീകരിക്കാൻ പോകുന്നില്ല. അത് മറച്ചു വെക്കരുത്. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ലീഗിലെ ഒരു വിഭാഗം LDFനോട് അടുക്കുന്നുവെന്ന ചർച്ചകൾക്കിടെയാണ് മറ്റു നേതാക്കളെ വിമർശിച്ചും കുഞ്ഞാലിക്കുട്ടിയെ പ്രശംസിച്ചുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം. തുടർന്ന് സംസാരിച്ച കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാക്കൾക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളോട് മൗനം പാലിച്ചതും ചേർത്ത് വായിക്കപ്പെടും. പേരിനെങ്കിലും പ്രതിരോധം തീർത്തത് PV അബ്ദുൽ വഹാബ് മാത്രമായിരുന്നു.
നമ്മളിവിടെ കേരളത്തിൽ നന്നായി നിന്നാൽ നമുക്കൊരു ചുക്കും ആരെയും പേടിക്കാനല്ല, എല്ലാവരും നമ്മുടെ ലൈനിൽ വരും. ആ ഒരു ധാരണ വേണം എന്നാണ് എനിക്ക് പറയുന്നത്. അതാ നിർഭയത്വം വേണം. ആരെങ്കിലും സന്ദർഭത്തിൽ പേടിപ്പിക്കും, ഭയപ്പെടുത്തി നിർത്തും, കാര്യങ്ങൾ ആവശ്യമുണ്ടാകുമ്പോൾ അതൊക്കെ ആവും, അപ്പം കക്ഷി രാഷ്ട്രീയമൊക്കെയായി മാറും. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അതിനെ ചില്ലറ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, ശാഖാപരമായ, പണ്ട് പറഞ്ഞതിനാണ് ശാഖാപരമായ കാര്യങ്ങൾ വലിയ കാര്യമാക്കാനുണ്ട്. ഇപ്പം അങ്ങനെയുള്ളത്. 4 ദിവസം നീണ്ട മുജാഹിദ് സമ്മേളനം അവസാനിച്ചപ്പോൾ BJP വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞും മുജാഹിദ് നിലപാടുകളെ വിമർശിച്ചും നേട്ടമുണ്ടാക്കിയത് ഇടത് നേതാക്കളാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും സമ്മേളനത്തിൽ എത്തിയതുമില്ല. സ്വന്തം നേതാക്കളെ കടന്നാക്രമിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് മുന്നിൽ PK കുഞ്ഞാലിക്കുട്ടി നിശബ്ദനായതോടെ ലീഗ് ഇടത്തോട്ട് ചായുന്നുവെന്ന വാദം കുറേക്കൂടി ശക്തമാവും. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ഇടവേള. മലയാളിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച മണലാരണ്യം. മലയാളിയുടെ അല്ല, ഞാൻ ആരെയും ഉദ്ദേശിച്ചെന്ന് പറയണ്ട. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ വാചകം മന്നത്തിന് ഞാൻ കോട്ട് ചെയ്തു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ആ അനുഭവം എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ച് പറയായിരുന്നില്ല. അത് നല്ലത് തന്നെ അല്ലേ? അല്ല, ഈ രാഷ്ട്രീയത്തിൽ വിമർശനം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. പക്ഷെ അതിനെ മാറ്റാനും അവർക്ക് താല്പര്യം തോന്നിയാൽ അതെനിക്ക് വലിയ പരാതി പറയാൻ ആവശ്യമില്ല. താങ്കൾ ജനറൽ സെക്രട്ടറി താങ്കളെ കുറിച്ച് പറഞ്ഞത്, താങ്കൾ ഒരു കേരളത്തിന്റെ ഒരു പുത്രനാണ്, വിശ്വപൗരനാണ്, വേറൊരാളെയും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല ഈ സ്ഥാനത്ത് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് കാണുന്നത്? മറ്റേവർ പറയുന്ന വാക്കുകളെ എന്നോട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറയുന്നത് ശരിയല്ല. ഞാൻ അവർ വാക്ക് കേട്ടു, ഞാൻ അതിനെ നോട്ട് ചെയ്തിട്ടുണ്ട്, വലിയ ഇഷ്ടപ്പെട്ടു. അതിനെക്കാട്ടും എനിക്ക് പറയാനില്ല. അവരോട് ചോദിക്കുക അവരെന്താ ഉദ്ദേശിച്ചതെന്ന്. 10 വർഷത്തെ അത് ഒരിക്കൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു BJPക്കാർ ട്രൈ ചെയ്ത ഒരു വിഷയത്തിനെ കോർട്ട് തള്ളിക്കഴിഞ്ഞൊരു കേസാണ്. അപ്പോൾ ഒരിക്കൽ തള്ളി, ഇതൊക്കെ 30 വർഷം മുമ്പ് എഴുതിയ 33 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകം. ആ കാലത്തിനെ കുറിച്ച് ആയിരുന്നില്ല, പണ്ടത്തെ അനാചാരങ്ങളെക്കുറിച്ച് ഒരു ക്യാരക്ടർ നോവലിൽ സംസാരിക്കുന്നു പണ്ട് കാലത്തെക്കുറിച്ച്. ഇതിലെന്താണ് വിഷയം? ഇത് യാഥാർത്ഥ്യം ഒരു കാലത്ത് ആയിരുന്നു, അത് മാറി. മന്നത്ത് പോലുള്ള ആൾക്കാരാണ് ഇതിനൊക്കെ മാറ്റാൻ ശ്രമിച്ചത്. അപ്പോൾ ഇന്ന് മന്നം ജയന്തി ദിനം അതിനൊരു വിഷയമാക്കുന്നത് വല്ലാത്തൊരു വഷളല്ലേ. പക്ഷേ അത് കോടതി തീരുമാനിച്ചോട്ടെ. ഒരിക്കലും ഒരു കോടതി തള്ളി തിരുവനന്തപുരത്ത്, ഇനി ഇവിടെ വേറെ വല്ല സ്ഥലത്ത് വേറെ കോടതി തള്ളിക്കോട്ടെ, എനിക്കത് പറയാനില്ല. കേസ് എൻ്റെ എതിരല്ല. അല്ല, നോക്കൂ, ഞാൻ പറഞ്ഞു, വേറെ ആരുടെ ഒരു കോമൻറ്റ് ഞാൻ ഒരു കോമൻറ്റും പറയുന്നില്ല. എനിക്ക് കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെ നല്ല അഭിപ്രായമാണ്. ഞാൻ സതീഷിനെ ഒരു എക്സലൻറ്റ് പ്രതിപക്ഷ നേതാവായിട്ട് കാണുന്നു. അദ്ദേഹം ഹോംവർക്ക് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ സുധാകരൻ സംഘടന നേതൃത്വം ചെയ്യണത് അദ്ദേഹത്തിന് സ്വന്തം കഴിവുകൊണ്ട് നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പാർട്ടിയിൽ പല നേതാക്കളും കുറേ വർഷങ്ങൾ എന്നിങ്ങാട്ട് അനുഭവം ഉള്ള രാഷ്ട്രീയക്കാരുള്ളപ്പോൾ എനിക്ക് ആരെക്കുറിച്ച് നല്ല വാക്കോ മോശ വാക്കോ പറയാൻ ആവശ്യമില്ല. അവർക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഞാൻ ആരെയും ഇതുവരെ ആക്ഷേപിച്ചിട്ടുമില്ല, ആക്ഷേപിക്കാൻ പോകണമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേവർക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ, എന്നോട് ചോദിക്കും. ഒരു കാര്യം കൂടി, ഏകദേശം 10 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ മന്നം ജയന്തി സമ്മേളനത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അതിനുശേഷം ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് താങ്കൾ എങ്ങനെ കാണുന്നത്? അതുകൊണ്ടാണ് അവർ വിളിച്ചപ്പോൾ ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞത്. 2 ദിവസം മുമ്പ് ഫോൺ കോൾ വന്നപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇത് ഒരു വലിയൊരു ഓണറാണ്. അതിന് ഞാനൊരു ഹ്യൂമിലിറ്റിയോടെ വിനീതമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഞാൻ ഐക്യരാജ്യസഭ വിട്ടിട്ട് കേരളത്തിൽ വരാൻ ആലോചിക്കുന്നൊരു സമയത്ത് തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് 2007 ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയ ഞാൻ സുമാതാര ചേട്ടൻ കണ്ടിട്ട്
ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. NSS ക്ഷണം തനിക്ക് അഭിമാനകരമായ കാര്യമാണ്. ഒപ്പം കോൺഗ്രസ് നേതാക്കളെ ആരും താൻ വിമർശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. തന്റെ പരാമർശം ആരെയും വേദനപ്പെടുത്താനല്ല, തന്റെ അനുഭവങ്ങളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു വെക്കുന്നു. ഒപ്പം സുകുമാരൻ നായരുടെ ഇപ്പോഴത്തെ മനംമാറ്റം, പഴയ കാര്യം തിരുത്തതൊക്കെ വലിയ ആഹ്ലാദത്തോടെ താൻ ഏറ്റെടുക്കുന്നുവെന്നും തരൂർ പറഞ്ഞു വെച്ചു. മറ്റു ചില വാർത്തകളിലേക്ക്. ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷത്തിൽ ദുരന്തം വഴിമാറിയത് തലനാരിഴയ്ക്ക്. 20,000 പേരെ ഉൾക്കൊള്ളുന്ന മൈതാനത്ത് 1,00,000-നടുത്ത ആളുകളാണ് എത്തിയത്. തിക്കിലും തിരക്കിലും പെട്ട് പലർക്കും ശ്വാസം മുട്ടലും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായി. പരിപാടി നടത്തിപ്പിലുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും ആരോപണമുണ്ട്. ഫോർട്ട് കൊച്ചി ഇതുവരെ കാണാത്ത ആൾക്കൂട്ടമാണ് ഇക്കുറി എത്തിയത്. പപ്പാഞ്ഞി കത്തിക്കലിന് ശേഷം തിക്കിലും തിരക്കിലും പെട്ട ശ്വാസം മുട്ടലും ഛർദിയുമായി 100ഓളം പേരാണ് ആശുപത്രിയിലെത്തിയത്. ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ പേരെത്തിയത്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഡോക്ടർ മാത്രമായിരുന്നു. 100-300ഓളം പേഷ്യന്റുകൾ ഇവിടെ വന്നിട്ട് ഇവിടെ ചികിത്സിക്കാനായിട്ട് ആകെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡോക്ടറിനാണെങ്കിൽ ഒരു പരിധി കൂടുതൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അത്രത്തോളം കേസുകൾ ഇവിടെ കൊഴിഞ്ഞ് വീണതും വെള്ളമടിച്ച് പ്രശ്നമായിട്ട് തലറിഞ്ഞ് വീണതും പോലീസുകാരുൾപ്പെടുന്ന ആളുകൾ വരെ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിരുന്നു. ഇതൊരു വലിയൊരു വീഴ്ചയാണ്. കാരണം കൊച്ചി കാർണിവലുമായി ബന്ധപ്പെട്ട് ഇത്രയും ജനം ഇവിടെ തിങ്ങിക്കൂടിയിട്ടും ഈ ഹോസ്പിറ്റലിൽ പോലും ഒരു ഡോക്ടർ ഇല്ലാണ്ട് അതിനൊരു മുൻകരുതൽ പോലും എടുക്കാണ്ടുള്ള അധികാരികൾ ചെയ്തിരുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമില്ലായ്മയാണ് കാണിച്ചിരിക്കുന്നത്. രാത്രിയിൽ പ്രത്യേക ബസ് സർവീസ് ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. എങ്കിലും സന്ധ്യയ്ക്ക് ശേഷം ബസ് സർവീസുകൾ നിലച്ചു. ഒറ്റ ജങ്കാറിൽ അഴിമുഖം കടക്കാൻ എത്തിയത് 10,000-ങ്ങളാണ്. ജങ്കാർ കാത്തു നിൽക്കുന്നതിനിടയ്ക്ക് തിക്കിലും തിരക്കിലും പെട്ട് 2 പെൺകുട്ടികൾ കായലിലേക്ക് വീണു. ഇവരെ നാട്ടുകാരാണ് ചാടിയിറങ്ങി രക്ഷിച്ചത്. ബദൽ സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാതെയാണ് കാർണിവലുമായി സംഘാടകർ മുന്നോട്ട് പോയതെന്ന് ആരോപണമുണ്ട്. എന്നാൽ ഇത്രയധികം പേർ കാർണിവലിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നില്ലെന്നാണ് സംഘാടകർ പറയുന്നത്. എന്തായാലും കോവിഡിന് ശേഷമെത്തിയ പുതുവത്സരാഘോഷം ദുരന്തമായി മാറാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ന്യൂസ് 18 കൊച്ചി. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനക്ഷാമം രൂക്ഷം. ഇന്ധന കമ്പനികൾക്ക് നൽകേണ്ട കുടിശ്ശിക 1 കോടി പിന്നിട്ടതോടെയാണ് പ്രതിസന്ധി. പണം ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് DGP സർക്കാരിന് കത്ത് നൽകി. പ്രതിസന്ധിയെ തുടർന്ന് വാഹനങ്ങൾക്ക് നൽകുന്ന ഇന്ധനത്തിന്റെ അളവ് വെട്ടിക്കുറച്ചു. തലസ്ഥാന നഗരത്തിലെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ ദിവസവും 100-ലേറെ കിലോമീറ്റർ ഓടേണ്ട പട്രോളിംഗ് വാഹനങ്ങൾക്ക് പേരൂർക്കടയിലെ പോലീസ് പമ്പിലെത്തുമ്പോൾ ഇപ്പോൾ കിട്ടുന്നത് 10 ലിറ്റർ ഡീസൽ മാത്രം. ഇതിനു മുൻപ് നൽകിയിരുന്നത് ഫുൾ ടാങ്ക് ഇന്ധനമാണ്. അതിപ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് 10ഉം ബസ്സുകൾക്ക് 15 ലിറ്ററായി വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇതോടെ കേസന്വേഷണത്തിനാണെങ്കിൽ പോലും ദീർഘദൂര യാത്ര പോകാനോ തുടർച്ചയായ പട്രോളിംഗ് നടത്താനോ സംസ്ഥാനത്തെമ്പാടുമുള്ള പോലീസിന് സാധിക്കുന്നില്ല. ഇന്ധന കമ്പനിക്ക് നൽകേണ്ട കുടിശ്ശിക 1 കോടി രൂപ പിന്നിട്ടതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. പ്രശ്നം പരിഹരിക്കാൻ 1.5 കോടി രൂപ DGP ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളത്ത് മണൽ കടത്താൻ പോലീസ് കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അയ്യമ്പുഴ ഗ്രേഡ് SI ബൈജുക്കുട്ടൻ പണം ചോദിച്ച് വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. എറണാകുളം അയ്യമ്പുഴ ഗ്രേഡ് SI ബൈജുക്കുട്ടൻ പണം ചോദിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങളാണിത്. 2 ലോഡ് മണൽ കടത്താൻ 500 രൂപ കൈക്കൂലി നൽകിയപ്പോൾ അത് പോരെന്നും കൂടുതൽ വേണമെന്നും ഗ്രേഡ് SI ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. കാലടി സ്വദേശിയായ മണൽ കടത്തുകാരിൽ നിന്നുമാണ് പണം ആവശ്യപ്പെട്ടത്. ഇയാൾ തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതായാണ് വിവരം. എന്നാൽ സംഭവം എപ്പോൾ നടന്നുവെന്നതിൽ അവ്യക്തതകളുണ്ടെന്ന് പോലീസ് പറയുന്നു. ബൈജുക്കുട്ടൻ കൺട്രോൾ റൂം SI ആയിരുന്നപ്പോഴാണ് സംഭവം ഉണ്ടായതെന്നാണ് കരുതുന്നത്. വിശദമായ അന്വേഷണത്തിന് എറണാകുളം ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റൂറൽ SP വിവേക് കുമാറിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അതല്ല ഞാൻ പറഞ്ഞേ, നീ വന്നിട്ട് 2 ലോഡുണ്ട് സാറ് കൊണ്ടുപോകട്ടെ എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോക്കണം പറയും. വണ്ടി പിടിച്ചിട്ട് മറ്റേ 2 ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മളതിലൊരു ഇത് വരില്ല. എക്സ്ക്യൂസറ്റ് ഇവിടെ എന്ന് പറയാം സാറ് 2 ലോഡ് പാസ്റ്റ് വന്നത്. ന്യൂസ് 18 കൊച്ചി. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം.
ശബരിമലയിൽ ഭക്തജന തിരക്കിൽ കുറവ്. 89,931 പേർ ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ മല കയറുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ കുറവാണ്. തിരക്ക് കുറഞ്ഞതോടെ ദർശനത്തിനും പടി കയറുന്നതിനും തീർത്ഥാടകർക്ക് കൂടുതൽ സമയം ലഭിക്കുന്നുണ്ട്. സന്നിധാനത്ത് നിന്നും ശശിനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സന്നിധാനത്ത് വലിയ തിരക്കില്ലാത്ത ഒരു ദിവസമാണ് ഇന്ന്. വലിയ തിരക്കാണ് കഴിഞ്ഞ 2 ദിവസം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ ദർശനത്തിനെത്തുന്ന സ്വാമിമാരുടെ തിരക്ക് വളരെ കുറവാണ്. സാധാരണ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫ്ലൈ ഓവറിലൊക്കെ വലിയ തിരക്കാണ് കഴിഞ്ഞ 2 ദിവസം ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിജനമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ദർശനത്തിനെത്തുന്ന സ്വാമിമാർ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് 18-ാം പടി ചവിട്ടി ഈ ദർശനത്തിനെത്തുന്നത്. കഴിഞ്ഞ 2 ദിവസവും വലിയ മണിക്കൂറുകളൊക്കെ ക്യൂവിൽ ആണ് ഈ ഫ്ലൈ ഓവറിലും അതുപോലെ തന്നെ വലിയ നടപ്പന്തലൊക്കെ സ്വാമിമാർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഈ തിരക്ക് തീരെ കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാമിമാർക്ക് ദർശനം നടത്തി സാവധാനം മലയിറങ്ങാനുള്ള സൗകര്യം കൂടി ഇന്നുണ്ട് എന്നുള്ളതാണ് ഈ തിരക്ക് കുറഞ്ഞതിൻ്റെ ഭാഗമായി അയ്യപ്പന്മാർക്ക് ലഭിക്കുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കയറുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിനും കുറവുണ്ട്. മണിക്കൂറിൽ 5000 പേരാണ് സാധാരണഗതിയിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മല ചവിട്ടി കഴിഞ്ഞ ദിവസമൊക്കെ ചവിട്ടിയിരുന്നത്. പക്ഷേ ഇന്ന് 2000-ഓളം പേര് മാത്രമാണ് മല പമ്പയിൽ നിന്നും മല കയറുന്നു എന്നുള്ള വിവരം കൂടിയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഫ്ലൈ ഓവറൊക്കെ ഇത്തരത്തിൽ വിജനമായ ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ട സ്ഥലമാണിത് എന്നുകൂടി നമ്മൾ വിലയിരുത്തുമ്പോഴാണ് ഇന്നത്തെ ഒരു തിരക്ക് കുറഞ്ഞ ഒരു സാഹചര്യം കൂടി കാണേണ്ടത്. എന്തായാലും ഈ അയ്യപ്പന്മാരെ സംബന്ധിച്ച് തിരക്ക് കുറഞ്ഞ വലിയ സന്തോഷമുള്ള കാര്യമാണ്. 18-ാം പടി സാവധാനം ചവിട്ടാൻ പറ്റുന്നു, ദർശനത്തിന് കൂടുതൽ സമയം ലഭിക്കുന്നു എന്നുള്ള കാര്യം അയ്യപ്പന്മാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. 89,931 പേരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ളത്. അവർ ഇനി ഏത് സമയത്താണ് ഇനി കൂടുതൽ ഇത്രയും ആളുകൾ ദർശനത്തിൽ എത്തുന്നത് എന്നുള്ള കാര്യം ഇനിയും വരും മണിക്കൂറുകളാണ് അതിൻ്റെ കണക്കിൽ ലഭിക്കുക. എന്തായാലും സന്നിധാനത്ത് രാവിലെ മുതൽ തിരക്ക് കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഉള്ളത്. ശ്രീനിവാസൻ വധക്കേസ് പ്രതി മരിച്ചു. 24-ാം പ്രതി അബ്ദുൾ നാസറാണ് മരിച്ചത്. ക്യാൻസർ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചെങ്ങന്നൂരിലെ കാറ്ററിംഗ് സെന്ററിലെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അവൻ ഫ്രഷ് എന്ന കാറ്ററിംഗ് സെന്ററിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്ത്. കാറ്ററിംഗ് മാനേജർ മനുവിനെ പോലീസ് പ്രതി ചേർത്തു. പൊതുശല്യം, മായം ചേർക്കൽ, രോഗം പടരാൻ ഇടയാക്കിയ അശ്രദ്ധ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. വിരുന്നിൽ പങ്കെടുത്ത 100ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായും എഫ്ഐആറിൽ പറയുന്നു. ആലപ്പുഴ ജില്ലയിലെ ആരോഗ്യ വിഭാഗം ഭക്ഷണ സാമ്പിളുകൾ ശേഖരിച്ചു. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരണം 4ആയി. 7 പേർക്ക് പരിക്കുണ്ട്. രജൌരിയിലെ ദാംഗ്രി മേഖലയിലായിരുന്നു ഭീകരാക്രമണം. സുരക്ഷാ സേന ഭീകരർക്കായി തെരച്ചിൽ നടത്തുകയാണ്. ഇതിനിടെ ഭീകരാക്രമണത്തിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനെ പരോക്ഷമായി കുറ്റപ്പെടുത്തി. പാക് അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ എന്നും നേരിടുന്നുവെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. Now, I spoke to you about the changes in governance. Let me also say that there have been, obviously in this period, very profound changes in our national security. And a lot of that, of course, is centered around a more intense challenge that we face on our northern borders with China. I think most of you would be familiar with that. We continue to have of course, the problem about cross-border terrorism with Pakistan. But if there is one border and one region which has dramatically improved in the last decade, it is actually eastern and northeastern India. And the reason for that is because we have actually vastly improved our relationship with Bangladesh. We have settled our land boundary agreement with that country. And really, that is an example of where successful diplomacy has directly contributed to stronger national security.
ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തെ ഇന്ത്യയിലെ ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെടുത്തി രാഹുൽ ഗാന്ധി. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാവുകയും തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും ചെയ്യുമ്പോൾ ശത്രുക്കൾ ആ അവസ്ഥ മുതലെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ 2000 കിലോമീറ്ററിലധികം ചൈന കൈക്കലാക്കിയിട്ടും പ്രധാനമന്ത്രി പറയുന്നത് ആ പ്രദേശത്ത് കടന്നുകയറ്റം ഉണ്ടായില്ല എന്നാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കമൽഹാസനുമായി നടത്തിയ അഭിമുഖത്തിലാണ് രാഹുലിന്റെ അഭിപ്രായം. And there's a link between a weak economy, a confused nation without vision, hatred and anger, and the Chinese sitting in our territory. The military has clearly said that they're sitting in our territory, but the Prime Minister said nobody has come. വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. നമ്മുടെ നഗരവാസികളുടെയും എല്ലാവരുടെയും പിന്തുണയും സഹായവും ആവശ്യമാണ്. എല്ലാവരുടെയും പിന്തുണയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം കുറ്റമറ്റ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. മത്സരത്തിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഭക്ഷണ സ്ഥലത്തേക്കും താമസ സ്ഥലത്തേക്കും മത്സര കേന്ദ്രങ്ങളിലേക്ക് സന്ദർശിക്കുന്നതിന് വേണ്ടി കലോത്സവ വണ്ടി എന്ന് പറഞ്ഞ് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ 60 കലോത്സവങ്ങളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ്. കലോത്സവ വണ്ടി എന്നുള്ളൊരു പേര് കൊടുത്ത് കുട്ടികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ സൗജന്യമായി തന്നെ കുട്ടികളെ കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് ഇവിടെ അറിയിച്ച കാര്യം ഉണ്ടായിട്ടുണ്ട്. വിജയികൾക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പ് ഇന്നിപ്പോൾ ജില്ലാതിർത്തിയായിട്ടുള്ള അവിടെ തിരിച്ചു കഴിഞ്ഞു. പാലക്കാട് രാമനാട്ടുകരയിൽ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് ഏറ്റുവാങ്ങുകയാണ്. അവസാനം പറയാം. മന്ത്രി ശിവൻകുട്ടി കലോത്സവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. ആക്രമണത്തിൽ വിമാനത്താവളത്തിന്റെ ഒരു ഭാഗം തകർന്നു. 7 മാസത്തിനിടെ 2ാം തവണയാണ് വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ചത്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ന് സിറിയ ആരോപിച്ചു. ബ്രസീൽ പ്രസിഡന്റായി ഇടതുപക്ഷ നേതാവ് ലുല ഡാ സിൽവ അധികാരമേറ്റു. 3ാം തവണയാണ് 76-കാരൻ ബ്രസീൽ പ്രസിഡന്റായി ചുമതലയേറ്റത്. ആയിരക്കണക്കിന് പേർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. 35 അംഗ ക്യാബിനറ്റും ചുമതലയേറ്റു. അധികാര കൈമാറ്റത്തിന് സ്ഥാനമൊഴിഞ്ഞ ജെയിർ ബോൾസനാരോ തയ്യാറായില്ല. ദിവസങ്ങൾക്ക് മുൻപേ അമേരിക്കയിലെ ഫ്ലോറിഡയിലേക്ക് ബോൾസനാരോ മാറിയിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കാൻ ബോൾസനാരോ തയ്യാറായില്ല. ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ പൊതുദർശനം ഇന്ന് സാന്റോസിൽ ബെൽബിറോ സ്റ്റേഡിയത്തിലാണ് പൊതുദർശനം ഒരുക്കുക. ഇന്ത്യൻ സമയം വൈകിട്ട് 6:30യോടെയാണ് പൊതുദർശനം ആരംഭിക്കുക. നാളെയാണ് സംസ്കാര ചടങ്ങ്. ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രമായിരിക്കും പങ്കെടുക്കുക. കഴിഞ്ഞ വർഷം ലോകം കണ്ട വലിയ സംഭവങ്ങളിലൊന്ന് യുക്രൈനിൽ റഷ്യ തുടങ്ങിയ യുദ്ധമാണ്. ഇനിയും അവസാനിച്ചിട്ടില്ല. പുടിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇനിയും വ്യക്തമാകുന്നുമില്ല. ഐക്യ റഷ്യ വീണ്ടും സ്ഥാപിക്കാൻ പുടിൻ നടത്തുന്ന ശ്രമങ്ങൾ ഒരു വശത്ത്, അതേസമയം റഷ്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പുടിന് തലവേദനയാണ്. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം സ്വന്തം പട്ടാളത്തെക്കാൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വിശ്വാസം കൂലിപ്പട്ടാളമായ വാഗ്നർ സംഘത്തെയാണ്. പുടിന്റെ വിശ്വസ്തനായ യേവ്ജിനി പ്രഗോഷിൻ അത്രമേൽ കരുത്തോടെയാണ് യുക്രൈനിലെ പട്ടാള നീക്കങ്ങളെ നിയന്ത്രിക്കുന്നത്. സ്വന്തം കൂലിപ്പട്ടാളത്തെ ഇറക്കി കളിക്കുന്ന പ്രഗോഷിൻ റഷ്യൻ സൈനികോന്നതനായ ജനറൽ ജെ രാസിമോവിനെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. യുക്രൈനിൽ യുദ്ധത്തിന് കൂടുതൽ ആയുധം വേണമെന്ന് പ്രഗോഷിൻ റഷ്യയോട് ആവശ്യപ്പെട്ടത് ഇതിന്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തൽ. പടക്കോപ്പുകൾ നൽകി റഷ്യൻ സേന സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ്
വാഗ്നർ സംഘത്തിലെ പടയാളികൾ ഇപ്പോഴും. ഇതെല്ലാം റഷ്യൻ സൈനിക മേധാവി ജനറൽ വലേരി ജെറാസിമോവ് കാണുമെന്നാണ് അവർ കരുതുന്നത്. റഷ്യൻ പട്ടാളം പടക്കോപ്പുകൾ നൽകണമെന്ന ആവശ്യം യെവ്ജിനി പ്രഗോഷിൻ നേരിട്ട് ഉന്നയിച്ചതോടെ ഇക്കാര്യം സജീവ ചർച്ചയായിരിക്കുകയാണ്. അതേസമയം റഷ്യൻ ജനറലിനോട് പടക്കോപ്പുകൾക്കായി ആവശ്യം ഉന്നയിക്കുന്ന സൈനികന്റെ വീഡിയോ യുക്രൈന്റെ സൃഷ്ടിയാണെന്ന വാദം പ്രഗോഷിൻ തള്ളുകയും ചെയ്തു. ആദ്യമായാണ് റഷ്യൻ പട്ടാളത്തിനെതിരായി വാഗ്നർ പടയും പ്രഗോഷിനും പരസ്യമായി രംഗത്തെത്തുന്നത്. റഷ്യൻ സൈനിക മേധാവിയിലൂടെ പ്രഗോഷിൻ ലക്ഷ്യമിടുന്നത് റഷ്യയുടെ ഭരണ നേതൃത്വത്തിൽ തന്നെയാണ് എന്ന് വിലയിരുത്തുന്നവരും കുറവല്ല. കഴിഞ്ഞ കുറേ നാളുകളായി പ്രഗോഷിൻ റഷ്യൻ പട്ടാള ഉന്നതരെയും പ്രതിരോധ മന്ത്രിയെയും പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ഗുവിനെ വിമർശിക്കാൻ ചെച്ചൻ നേതാവ് രാംസൻ കദിരോവിനൊപ്പം പ്രഗോഷിൻ ഉണ്ടായിരുന്നു. യുക്രൈന്റെ ഭാഗമായ ലൈമനിൽ റഷ്യൻ പട്ടാളം തിരിച്ചടി നേരിട്ടപ്പോഴാണ് കദിരോവും പ്രഗോഷിനും റഷ്യൻ കേണൽ ജനറൽ അലക്സാണ്ടർ ലാപ്പിനെ വിമർശിച്ച് രംഗത്തെത്തിയത്. കദിരോവിന്റെ ഈ പ്രസ്താവനയെ പൂർണ്ണമായും പിന്താങ്ങുകയായിരുന്നു പ്രഗോഷിൻ ചെയ്തത്. റഷ്യൻ സൈനിക നേതൃത്വത്തിലുള്ളവരെ നഗ്നപാതരായി മെഷീൻ ഗണ്ണുകൾക്ക് മുമ്പിലേക്ക് വിടണമെന്നായിരുന്നു പ്രഗോഷിന്റെ പ്രതികരണം. യുക്രൈൻ ആക്രമണത്തിൽ റഷ്യ അടിതെറ്റാൻ തുടങ്ങിയതു മുതൽ ഇക്കാര്യങ്ങൾ പലയിടങ്ങളിലും റാംസനും പ്രഗോഷിനും ഉന്നയിക്കുന്നുണ്ട്. ഇതിനു പിന്നാലെ ലാപ്പിനെ മാറ്റി റഷ്യൻ എയറോസ്പേസ് ഫോഴ്സ് ജനറൽ സെർജി സുറോവിക്കിനെ റഷ്യ നിയമിച്ചിരുന്നു. യുക്രൈനിലെ തിരിച്ചടികളിൽ റഷ്യൻ പാർലമെന്റ് അംഗങ്ങളെയും പ്രഗോഷിൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ 2 ബലിയാടുകളെ റഷ്യ തേടിയിരുന്ന സമയത്താണ് പ്രതിരോധ മന്ത്രി ഷോയ്ഗുവിനെയും ചീഫ് ഓഫ് സ്റ്റാഫ് ജെറാസിമോവിനെയും ലക്ഷ്യമിട്ട് പ്രഗോഷിൻ രംഗത്ത് വരുന്നത്. അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങളിൽ കാര്യമായി ഇടപെടാൻ ഇതുവരെ പുടിൻ തയ്യാറായിട്ടില്ല. വ്യക്തിപരമായും യുക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും മികച്ചത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും പുടിൻ എന്നാണ് നിരീക്ഷകർ പറയുന്നത്. തന്റെ കീഴിലുള്ളവർ തനിക്കെതിരായി ഒന്നിക്കാതിരിക്കാൻ പുടിൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആഭ്യന്തര വിള്ളലുകൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാത്തതിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഷോയ്ഗുവിനെതിരായ പ്രിഗോഷിന്റെ ശത്രുത പ്രസിദ്ധമാണ്. വാഗ്നർ മുൻ കമാൻഡർ മാർക്ക് ഗബീഡുള്ളിൻ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ശത്രുതയാണ് 2014 പ്രഗോഷിൻ വാഗ്നർ പട രൂപീകരിക്കാൻ കാരണമെന്നും ഗബീഡുള്ളിൻ ചൂണ്ടിക്കാട്ടുന്നു. ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യൻ പ്രതിരോധ ഉപമന്ത്രിക്ക് സ്ഥാനം വരെ നഷ്ടമായിട്ടുണ്ട്. പ്രഗോഷിന്റെ അടുത്തയാളെന്ന് ആരോപിച്ചാണ് ഉപമന്ത്രിയായിരുന്ന ഡിമിത്രി ബുൾഗാക്കോവിനെ പുറത്താക്കിയത്. ഇപ്പോൾ ഷോയ്ഗുവിനെതിരെ പ്രിഗോഷിൻ കണക്ക് തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് ഗബീഡുള്ളിൻ വ്യക്തമാക്കുന്നത്. യെവ്ജിനി പ്രഗോഷിന്റെ പേര് ലോകം അറിയാൻ തുടങ്ങിയത് യുക്രൈൻ യുദ്ധസമയത്താണ്. തുടക്കത്തിൽ മുന്നേറിയ റഷ്യൻ പട്ടാളം പതുക്കെ തിരിച്ചടികൾ നേരിട്ടു തുടങ്ങി. ആദ്യ സമയത്ത് പ്രതിരോധ മന്ത്രി ഷോയ്ഗുവും ചീഫ് ഓഫ് സ്റ്റാഫ് ജെറാസിമോവുമായി പുടിൻ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഇവരുടെ നേതൃത്വത്തിലായിരുന്നു യുദ്ധതന്ത്രങ്ങൾ ഒരുക്കിയിരുന്നത്. ഈ ഘട്ടത്തിലാണ് പ്രിഗോഷിനും ചെച്ചൻ നേതാവ് കദിറോവും യുദ്ധകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയത്. നേരത്തെ സിറിയയിലും ലിബിയയിലും മധ്യ ആഫ്രിക്കൻ രാജ്യമായ മാലിയിലും യുദ്ധമുന്നണിയിൽ ഉണ്ടായിരുന്ന വാഗ്നർ ഗ്രൂപ്പ് യുദ്ധത്തിലേക്ക് കടന്നു വന്നതും ഈ സമയത്ത് തന്നെയാണ്. പക്ഷേ അപ്പോഴും ആരാണ് വാഗ്നർ ഗ്രൂപ്പിന്റെ പിന്നിൽ എന്ന് വ്യക്തമായിരുന്നില്ല. 2014 മുതൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സൈന്യമെന്ന് മാത്രമായിരുന്നു വാഗ്നറിനെ കുറിച്ചുള്ള അറിവ്. എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ യുക്രൈൻ യുദ്ധം ശക്തമായിരിക്കെ പ്രിഗോഷിൻ വാഗ്നർ മുന്നണിയിൽ രംഗപ്രവേശനം ചെയ്തു. ഇതിന് പിന്നാലെ വാഗ്നറും പ്രിഗോഷിനും റഷ്യയിലെ വലിയ ചർച്ചാ കേന്ദ്രമായി. പ്രഗോഷിന്റെ തന്ത്രങ്ങൾ ഫലിച്ചതോടെ വാഗ്നർ പട്ടാളം യുക്രൈൻ യുദ്ധത്തിലെ നിർണായക പങ്കാളിയുമായി. അതിനിടെ പ്രഗോഷിനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന യെവ്ജിനി നിക്കിഫോറോവ് റഷ്യയുടെ പശ്ചിമ സൈനിക ബറ്റാലിയന്റെ മേധാവിയായി.
ഷോയ്ഗു ജെറാസിമോവ് സഖ്യത്തിന്റെ അടുത്തയാളായിരുന്ന സെർജി കുസേവ്ലേവിനെ നീക്കിക്കൊണ്ടാണ് നിക്കിഫറോവിനെ ഈ പദവിയിൽ നിയോഗിച്ചത്. യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ട തിരിച്ചടികളാണ് കുസേവ്ലേവിന് വിനയായതെന്നാണ് റിപ്പോർട്ടുകൾ. ലൈമനിലെ യുദ്ധത്തിന്റെ ചുക്കാൻ കുസേവ്ലേവിനായിരുന്നു. എന്നാൽ സൈന്യത്തിലെ തമ്മിൽ തല്ലാണ് യഥാർത്ഥ കാരണമെന്നാണ് റിപ്പോർട്ട്. യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം പശ്ചിമ സൈനിക ബറ്റാലിയന്റെ തലപ്പത്തെത്തുന്ന 4ാമത്തെയാളാണ് നിക്കിഫറോവ്. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ശ്യാംലാൽ ഉദ്യോഗാർത്ഥികളെ തട്ടിപ്പിനിരാക്കിയത് അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എം വി രാഘവൻ മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്നു ശ്യാംലാൽ. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ആഡംബര ജീവിതം നയിക്കാനാണ് പ്രതി ഉപയോഗിച്ചതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. എം വി രാഘവൻ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്നു ശ്യാംലാൽ. സെക്രട്ടേറിയറ്റിലെ ഉന്നതരുമായുള്ള ബന്ധം തട്ടിപ്പിന് ഉപയോഗിച്ചോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഉദ്യോഗാർത്ഥികളെ വലയിലാക്കിയത്. തട്ടിപ്പിൽ ഇടനിലക്കാരനായിരുന്ന പ്രേംകുമാർ തഹസിൽദാരെന്നായിരുന്നു ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞിരുന്നത്. ചോദ്യം ചെയ്യലിൽ ശ്യാംലാൽ വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു. തട്ടിപ്പിലൂടെ ലഭിച്ച ലക്ഷങ്ങൾ ആഡംബര ജീവിതം നയിക്കാനാണ് പ്രതി ഉപയോഗിച്ചിരുന്നത്. ആഡംബരക്കാരായ ഫോർച്യൂണർ രണ്ടാം ഭാര്യയ്ക്ക് സമ്മാനമായി നൽകിയെന്നും കണ്ടെത്തി. പേയാട് സ്വദേശിനിയായ രണ്ടാം ഭാര്യയുടെ പേരിൽ സ്ഥലം വാങ്ങിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. പേരൂർക്കടയിൽ സ്വന്തമായി ജിംനേഷ്യം ആരംഭിച്ചതും തട്ടിപ്പിലൂടെ ലഭിച്ച പണത്തിൽ നിന്നാണ്. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ ശ്യാംലാലിനെ റിമാൻഡ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 തിരുവനന്തപുരം. പുതുവർഷത്തെ മലപ്പുറത്തെ യുവാക്കളുടെ ഒരു ക്ലബ്ബ് അവിസ്മരണീയമാക്കിയത് തികച്ചും മാതൃകാപരമായാണ്. നിർധന കുടുംബത്തിന്റെ ബാധ്യതകൾ തീർത്ത് ബാങ്കിൽ നിന്ന് വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് നൽകിയാണ് വണ്ടൂർ പുളിശ്ശേരി എൽവർഷൈൻ ക്ലബ്ബ് മാതൃകയായത്. പ്രവാസിയായിരുന്ന മുജീബ് തന്റെ ആധാരം പണയപ്പെടുത്തി വായ്പ എടുത്തിരുന്നു. ഈ തുക തിരിച്ചടയ്ക്കാൻ നിത്യരോഗി കൂടിയായ മുജീബിന് ഏറെ പ്രയാസമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ക്ലബ്ബ് പ്രവർത്തകർ മുജീബിനായി ഒരുമിച്ചു. പായസ ചാലഞ്ച് സംഘടിപ്പിച്ച് മറ്റു ക്ലബ്ബുകളുടെ സഹായത്തോടെയാണ് ധനസമാഹരണം നടത്തിയത്. ബാങ്കിൽ പണമടച്ച് വീടിന്റെ ആധാരം മുജീബിന് കൈമാറി. 2021 ഒക്ടോബർ മാസത്തിൽ എവർഷൻ ക്ലബ്ബ് പുളിശ്ശേരിയുടെ നേതൃത്വത്തിൽ 4 ക്ലബ്ബുകളെ സംയോജിപ്പിച്ച് കുറ്റിയിൽ യൂണിക് ക്ലബ്ബ്, നവോദയ ചെട്ടിയാറമ്മൽ, സാംസ്കാരിക വേദി, ജിനക്സ് കൂരിക്കൊണ്ട് തുടങ്ങിയവരെ സംയോജിപ്പിച്ച് ഞങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ആധാരം വീണ്ടെടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു കമ്മിറ്റിയാണിത്. അതിന്ന് ഫലവത്തായിട്ട് ഈ പ്രശ്നം ഇവിടെ 1.5 വർഷം ആയി. കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ നേരിട്ടിട്ടും ഈ കുടുംബത്തിനെ കൈച്ചിലാക്കാൻ വേണ്ടി ഈ നാട്ടുകാർ തന്ന സഹായങ്ങൾ ഒരിക്കലും ഈ ക്ലബ്ബ് ഭാരവാഹികളാണെങ്കിലും ഈ എവർഷേൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ക്ലബ്ബ് ഭാരവാഹികളാണെങ്കിലും ഈ 5 ക്ലബിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഇവർക്കിന്ന് ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞത്. എവർഷൻ ക്ലബ്ബ് പ്രസിഡന്റ് കെ ഫാരിസ്, സെക്രട്ടറി കെ ഷംസീർ ബാബു, കൂട്ടായ്മയുടെ കൺവീനറും വാർഡംഗവുമായ എ ദസാബുദ്ദീൻ എന്നിവരാണ് മാതൃകാപരമായ പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയത്. ആഘോഷങ്ങളിലും ആർപ്പുവിളികളിലും മാത്രം ഒതുങ്ങാതെ ഇതുപോലെയുള്ള നന്മകൾ തുടരാനാണ് യുവാക്കളുടെ തീരുമാനം. ന്യൂസ് 18 മലപ്പുറം. വാർത്തയിൽ ഇത് പൂർണ്ണമാകുന്നു. നമസ്കാരം.